അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഈ കാണില്ലേ, അർജൻറ്റീനയുടെയും ബ്രസീലിൻ്റെയും പോർച്ചുഗീസിൻ്റെയും ഒക്കെ ഫുട്ബോളിൻ്റെ നല്ല ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാവിടെയും. അപ്പോൾ വേൾഡ് കപ്പ് സമയത്ത് ഇത് ഏത് ഭാഗമാണെന്ന് അറിയാലോ, നമ്മുടെ സ്വന്തം മലബാർ ഭാഗത്തിലേക്കാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അച്ഛൻ്റെ തറവാട്ടമ്പലമായിട്ടുള്ള പനംകുരിശി ഭഗവതി ടെമ്പിളിലേക്കാണ് പോണത്. അത് ചെത്തല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, വള്ളുവനാട്. തിരുവാഴിയോട് നിന്നൊക്കെ ഒരു മുറിയൻകണ്ണി പാലമൊക്കെ ഉണ്ട്, നല്ല റോഡാണ്. അപ്പോൾ അതിനെ പോവാണ് ഞാൻ. അവിടെ നിന്ന് എനിക്ക് മലപ്പുറം ജില്ലയ്ക്കും പോകണം. അപ്പോൾ ഈ പോണ വഴിക്ക് മുഴുവൻ നമ്മുടെ ഫുട്ബോളിൻ്റെ ഫ്ലെക്സാണ്, ഒക്കെ അതൻ മാത്രമേ ഉള്ളൂ. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ശരിക്കും. എനിക്ക് തോന്നുന്നത് എല്ലാ ഓരോ കിലോമീറ്ററിലും അവർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും കാണുമോ? ഇത് ഈ ഒരു ഏരിയയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ശരിക്കും. ആ ഫുട്ബോളിൻ്റെ ഒരു ഹരം ശരിക്കും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നോക്കൂ, പാലത്ത് കൂടെ പോകുമ്പോൾ ഒരു ഭാഗത്ത് അർജൻറ്റീനയുടെ കൊടി, മറ്റേ ഭാഗത്ത് ബ്രസീലിൻ്റെ കൊടി. അങ്ങനത്തെ ഒരു ഹരമാണ് അവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങളൊരു 7:30 കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 8:30 കൂടി ഞങ്ങൾ ഈ ചെത്തല്ലൂരിലെത്തി. ഇതാണ് പനംകുരിശി കാവിൻ്റെ ആ ഭാഗത്തെ ആ പരിസരമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിസരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നഗരത്തിൻ്റെ സ്പർശം അധികം ഏൽക്കാതെ ആ പഴമയുടെ സൗന്ദര്യം അതേപടിക്ക് കാത്തു സൂക്ഷിക്കേണ്ട ഒരു സ്ഥലം എന്നൊക്കെ പറയില്ലേ. എത്ര കണ്ടാലും അല്ലെങ്കിൽ എത്ര പോയാലും മതിയാവില്ല. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പോണത്. അപ്പം അച്ഛനിപ്പോൾ വയ്യാണ്ട കിടക്കണതുകൊണ്ട് ഒന്ന് പോയിട്ട് വരാം, അച്ഛൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴിപാടൊക്കെ ഒന്ന് കഴിക്കണം എന്ന് വെച്ചിട്ടാണ് പോയത്. ഇത് ശിവൻ്റെ അമ്പലമാണ്. ആദ്യം ശിവനെ തൊഴുതിട്ട് വേണം ഭഗവതിയെ തൊഴാൻ. അപ്പം അധികമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ശ്രീകോവിലൊന്നും ഷൂട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പരിസരമാണ്. നല്ല രസമുള്ള സൗണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്താ പറയുക, ആ ഒരു നൊസ്റ്റാൾജിയ, ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. കാരണം എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ചെറുപ്പത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇവിടെ പോകുമ്പോൾ ചിലപ്പോൾ ചേട്ടന്മാർ പുറത്തൊക്കെ പിന്നെ പോയി, അതിന് മുമ്പ് ചിലപ്പോൾ ചേട്ടന്മാരുണ്ടാവുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ നമ്മളിങ്ങനെ വിശന്നിട്ടായിരിക്കും പോവുക. പക്ഷേ എന്നാലും അച്ഛന് ഭയങ്കര നിർബന്ധമാണ്, കഴിച്ചിട്ടേ ഭക്ഷണം തരുള്ളൂ. ചിലപ്പോൾ അച്ഛൻ ഒരുപാട് വഴിപാടുകളും അതൊക്കെ കഴിക്കാനൊക്കെ ഒരു സമയമാവും. പിന്നെ അവിടെ നല്ല വല്ല റെസ്റ്റോറൻറ്റോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു, നല്ല ദോശയും ചട്നിയും കിട്ടുന്ന ഒരു സ്ഥലം. എന്ത് സ്വാദാറിയോ അവിടുത്തെ ദോശയ്ക്കും ചട്നിക്കും, അതൊന്നും മറക്കില്ല ഒരിക്കലും. ആ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ എപ്പോഴും വീണ്ടും വീണ്ടും ശരിക്കും മനസ്സിൽ വരികയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോണ വഴിക്ക് കുറേ ഒന്ന് ഷൂട്ട് ചെയ്തു. ഇതിപ്പം ഈ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത് ആ ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് ഭഗവതിയുടെ അവിടെ പോണ വഴിയാണ്. അവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കണം ശിവൻ്റെ അമ്പലത്തിൽ നിന്ന്. അപ്പോൾ ഇത് ഭഗവതിയുടെ അവിടേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ ഭഗവതിയുടെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവിടെ പുനരുദ്ധാരണം അങ്ങനത്തെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവതി എവിടെയാണോ അവിടുന്ന് മാറ്റിയിട്ടാണ് ഇപ്പോൾ തൽക്കാലം വെച്ചിരിക്കുന്നത്, അവിടെ പണിയുള്ളത് കൊണ്ട്. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വഴിപാട് കഴിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും പായസമൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങണം എന്ന്. ഇതിപ്പോൾ കുറേ നാളിന് ശേഷം ഞാൻ വരുന്നത്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവർ പെയിൻറ്റിങ് ഇത്രയൊന്നും ഭംഗിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചുറ്റുഭാഗത്തും അവർ ഒരുപാട് പൂക്കളും പലതും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല, അതായിരുന്നു ഏറ്റവും ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഈ ചെറിയ അധികം പ്രശസ്തിയൊന്നും ഇല്ലാത്ത അമ്പലങ്ങളിൽ പോയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എത്ര വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. നമുക്ക് ഭഗവതിയെയും ഭഗവാനെയും നമുക്ക് മനസ്സുരുകി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയില്ലേ. എത്ര നേരം വേണമെങ്കിൽ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്തിരിക്കാം. നേരെ മറിച്ച് ഇപ്പം ഗുരുവായൂരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും വലിയ അമ്പലങ്ങളിൽ പോയി എന്നുണ്ട് വെച്ചാൽ വളരെ എന്താ പറയുക, നിമിഷങ്ങൾ മാത്രമേ കിട്ടുള്ളൂ അല്ലേ നമുക്കവിടെ പ്രാർത്ഥിക്കാൻ. അപ്പോഴേക്കും അവർ നമ്മളോട് പോകാൻ പറയും, ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും തിരക്കാണ്. പക്ഷെ ഇങ്ങനത്തെ അമ്പലങ്ങളിലൊക്കെ പോയാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ഒന്ന് വളരെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അല്ലേ. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്നൊന്ന് മെഡിറ്റേറ്റ് ചെയ്തു. അതിന് ശേഷം ഇത് സർപ്പക്കാവ്, പിന്നെ താഴെ ശാസ്താവുണ്ട്, അങ്ങനെ 3-4 DT ഉണ്ട്. അപ്പോൾ എല്ലാവരെയും പോയിട്ട് നല്ല പോലെ തൊഴുത് അർച്ചനയ്ക്കും പുഷ്പാഞ്ജലിക്കും ഒക്കെ കൊടുത്തു അച്ഛൻ്റെ പേരിന്. അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്, അപ്പോൾ അമ്പലമൊക്കെ നന്നായിട്ട് തൊഴുതു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പോണത് അവിടുന്ന് ഒരു 11-12 കിലോമീറ്റർ ദൂരേ ഉള്ളൂ, നീർപുത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ നീർപുത്തൂർ ശിവനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. റീസെൻ്റ്ലി ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കൂടിയാണ് ഞാൻ അറിഞ്ഞത്. ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 3000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയണത്. പിന്നെ ശ്രീകോവിൽ വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുത ക്ഷേത്രം. കാരണം ശ്രീകോവിൽ വെള്ളത്തിലാണ്, ശ്രീകോവിൽ. അപ്പോൾ ആ ശ്രീകോവിൽ വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുത ക്ഷേത്രം എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു ഞാൻ ഭയങ്കര ഒരു ക്യൂരിയസ് ആയിരുന്നു, ഒരു എക്സൈറ്റഡ് ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്.
അപ്പം ഞങ്ങൾ അങ്ങനെ വഴിയൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയി. നമുക്ക് വഴി ശരിക്കും അറിയണ്ടായിരുന്നില്ല. അപ്പം അവിടെ ഒരു ടീച്ചറെ കണ്ടു. ആ ടീച്ചറോട് ചോദിച്ചു. ആ ടീച്ചർ പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 9:45 അവിടെ എത്തിയപ്പോൾ. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, അയ്യോ ഇനി നമുക്ക് തൊഴാൻ പറ്റില്ലല്ലോ, കാരണം 9:30 നട അടയ്ക്കും, ഇനി എന്തായാലും തൊഴാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞു സാരമില്ല, അത്ര മനോഹരമായിട്ടുള്ള ഒരു അമ്പലമല്ലേ, നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ഞങ്ങൾ. അപ്പോൾ എന്നാൽ എന്താണ് ശബ്ദം എന്നൊന്ന് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് നോക്കിയപ്പോൾ അവിടെ തിരുമേനി ഉണ്ടായിരുന്നു. തിരുമേനി ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ. ഇപ്പം തിരുമേനി ഞങ്ങളെ കണ്ടപ്പോൾ ഇത് അതിൻ്റെ ഒരു സറൗണ്ടിങ്സ് ആണ് കേട്ടോ, അമ്പലത്തിൻ്റെ കുളവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തിരുമേനി ഞങ്ങളെ കണ്ടപ്പോൾ തിരുമേനി ചോദിച്ചു, എന്തെങ്കിലുമൊക്കെ വഴിപാടൊക്കെ ചെയ്യണോ, തൊഴണോ എന്ന് ചോദിച്ചു. പറഞ്ഞു ആ ഒന്ന് തൊഴണം എന്നുണ്ട്. അപ്പോൾ തിരുമേനി പറഞ്ഞു എന്നാ വരൂ എന്ന് പറഞ്ഞിട്ട് തിരുമേനി എന്ത് ചെയ്തു, അടച്ച നട തുറന്നു തന്നു ഞങ്ങൾക്ക്. ശരിക്കും പറഞ്ഞാൽ എനിക്കപ്പം തോന്നിയ ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, തിരുമേനിയുടെ രൂപത്തിൽ ശരിക്കും ഭഗവാൻ തന്നെയാണോ വന്നത്? കാരണം അതൊരു വല്ലാത്ത അത്ഭുതമായിരുന്നു. അല്ലെങ്കിൽ അടച്ച നട വീണ്ടും തുറന്നു തരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അല്ലേ? പൊതുവേ നമ്മുടെ കേരളത്തിലെ തിരുമേനിമാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഈ ഒരു തിരുമേനി പ്രയാഗ്രാജിൽ നിന്ന് വന്ന ഒരു തിരുമേനിയാണ്. പേര് നാരായൺ ദ്വിവേദി എന്നാണ്. അപ്പോൾ ഇങ്ങനൊരാൾ നട തുറന്ന് തന്നു. പിന്നെ എനിക്ക് ആ ഒരു ശ്രീകോവിലിൻ്റെ അവിടെ ഇരിക്കാൻ പറ്റി. ഇത് സാങ്ക്ടം സാങ്ക്ടോറാണ്, കണ്ടില്ലേ, വെള്ളത്തിലാണ്. മഴക്കാലത്ത് മുട്ടിലും മീതെ വെള്ളം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു ഭാഗത്തേക്ക് തിരുമേനിക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. നമുക്ക് അവിടെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു, കാരണം അത് എനിക്ക് ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എനിക്ക് അവിടെ തൊഴാൻ പറ്റുന്നുള്ളത്. ഞാൻ 9:45 കഴിഞ്ഞിട്ട് എത്തി. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ആ തിരുമേനി എന്താ പറയുക, നട തുറന്നു തന്നു. അച്ഛന് വേണ്ടി വഴിപാടുകൾ കഴിക്കാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മനസ്സിൽ. എനിക്ക് ശരിക്കും പറഞ്ഞറിയിക്കാത്ത വണ്ണം സന്തോഷമായിരുന്നു. അപ്പോൾ ആ തിരുമേനിയെ ഞാൻ ഒരിക്കലും മറക്കില്ല. അതാണ് നാരായൺ ദ്വിവേദി എന്നാണ് പേര്, പ്രയാഗ്രാജിൽ നിന്ന്. അദ്ദേഹം ഇവിടെ വന്നിട്ട് 2 കൊല്ലമായിട്ട് ഈ നാട്ടിൽ നിന്ന് പൂജ ചെയ്യാണ്. ഈ ഒരു ചെറിയ, എന്താ പറയുക, വളരെ ചെറിയൊരു പരിസരമാണ്, അതൊരു ഗ്രാമപ്രദേശം തന്നെ പറയാം. പക്ഷേ എന്ത് ഭംഗിയറിയോ, എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത് പരിസരം എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തിയാണ്. നിങ്ങൾക്ക് ഒരു സാധനങ്ങളും അവിടെ ഇവിടെയായി കിടക്കണതൊന്നും കാണാൻ പറ്റില്ല. ഈവൻ കുളമാണെങ്കിൽ പോലും എന്ത് വൃത്തിയിലാണ് ആ കുളമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അറിയോ. വെള്ളമൊക്കെ അത്ര ക്ലീൻ വാട്ടർ, ശരിക്കും പറയാണ്ട വയ്യ. അത്ര മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നീർപുത്തൂർ ശിവക്ഷേത്രം. ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലും റീൽസിലൊക്കെ കാണാം. പക്ഷെ അത് അവിടെ പോയിട്ട് അനുഭവിച്ചാൽ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അമ്പലങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് എന്നുള്ളവർക്ക് പോകാൻ പറ്റുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലൊന്ന് പോയി കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനവും കിട്ടി എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ ആ കുളത്തിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ആ വെള്ളം നോക്കൂ, നല്ല ക്ലീൻ വാട്ടറാണ്, പ്യുവർ വാട്ടർ. അതിനൊന്നും ഒട്ടും ഒരു തരത്തിലും ആ വാട്ടറിനെ മാലിന്യപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ കുറച്ചൊന്ന് വെള്ളത്തിൻ്റെ അവിടെയൊക്കെ ഞാൻ കുറച്ചൊരു ഇരുന്നു. അവിടെ എനിക്ക് നല്ല സുഖം തോന്നി. കാരണം ഈ മഴക്കാലമായതുകൊണ്ട് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അധികം, കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നു. ആ സമയത്ത് ഏകദേശം 10-10:30 എന്നിട്ടും ഞങ്ങൾക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം രാവിലെ നേരത്തെ വന്നതാണ്. പാവം എൻ്റെ ചേട്ടൻ്റെ മോനാണെങ്കിലും എൻ്റെ കൂടെ, അമ്മായി നമുക്ക് എന്നിട്ട് പോവാം, പിന്നെ അവൻ എനിക്ക് കുറേ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തൊക്കെ തരും. അപ്പോൾ അവന് വിശപ്പൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുതതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് തിരുമാന്താംകുന്ന്, അങ്ങാടിപ്പുറത്ത് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം, അവിടുന്ന് അധികം ദൂരമില്ല, ഒരു 17 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ 11:30 അമ്പലം അടയ്ക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അവിടെ പോയി തൊഴാനുള്ളൊരു സമയം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും വിചാരിച്ചു, അടുത്തല്ലേ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്, അപ്പം എന്നാൽ അവിടെ പോയിട്ടൊന്ന് തൊഴുകാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങാടിപ്പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഈ വഴിയിൽ തന്നെയാണ് ഈ ഫുട്ബോളിൻ്റെ സംഭവങ്ങൾ തന്നെയാണ്, അത് മാത്രമാണ് കാണാൻ പറ്റുക. നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മലപ്പുറം ജില്ലയിലുള്ള തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ പോണത്. ഞങ്ങൾ അവിടെ ഒരു 10:45 കൂടി അവിടെ എത്തി. അപ്പം ഞാൻ അവനോട് ഇങ്ങനെ ഇടയിൽ ചോദിക്കേണ്ടത്, നിനക്ക് വിശക്കുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല, എന്തായാലും നമുക്ക് ഇവിടെയും കൂടി അങ്ങോട്ട് തൊഴുതതിന് ശേഷം നമുക്ക് കഴിക്കാം, എന്നാൽ പിന്നെ സമാധാനമായിട്ട് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ പോവാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു 10:45 കൂടി അവിടെ എത്തി.
അപ്പം മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഭാഗത്തൊക്കെ, ഇങ്ങനെ അങ്ങാടിപ്പുറം ഭാഗത്തൊക്കെ ഇങ്ങനെ മേഘമൊക്കെ നല്ല ഇരുണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മഴ പെയ്യോ പെയ്യില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ. പിന്നെ എനിക്കറിയാം മലപ്പുറം ജില്ലയിലേക്കാണെന്നുണ്ടെങ്കിൽ പൊതുവെ മഴ കൂടുതലായി ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം വേനൽക്കാലത്തും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ചൂടുണ്ടാകുമ്പോൾ മലപ്പുറത്ത് ഇടയ്ക്ക് മഴ പെയ്യായിരുന്നു. എനിക്ക് പിന്നെ മലപ്പുറം ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. നല്ല പച്ചപ്പ് കൂടുതലാണ് അവിടെ. പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ അമ്പലങ്ങളുണ്ട്. കാടാമ്പുഴ, തിരുമാന്താംകുന്ന് എന്ന് പറഞ്ഞ പോലെ. ഇത് അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. കുറച്ചൊരു സ്റ്റെപ്പ് നടന്നിട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ വണ്ടി കുറച്ച് ദൂരം നിർത്തിയിട്ട് ഞങ്ങളങ്ങനെ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അന്ന് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടത്, അമ്പലത്തിൽ കാര്യമായിട്ട് തിരക്കുണ്ടായിരുന്നില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി അന്ന് മംഗല്യപൂജയൊന്നും ഇല്ലാത്തൊരു ദിവസമാണെന്നുള്ളത്. അപ്പോഴെനിക്ക് ഉള്ളിൽ നല്ല സന്തോഷമായി. കാരണം ദേവി അങ്ങനെ കാണണമെന്ന് വിചാരിച്ചിട്ടല്ലേ അവിടേക്ക് വിളിച്ചത്. തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോവുമോ, നമുക്ക് തൊഴാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ മുകളിൽ പോയിട്ട് നല്ല പോലെ ദർശനം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല, അത്ര നന്നായിട്ട് തൊഴുതു. പിന്നെ അവിടെയും എന്തൊക്കെയോ ചുറ്റുവട്ടം പണി നടക്കുന്നുണ്ട് കുറച്ച് സ്ഥലങ്ങളിലായിട്ട്. ഇതും എല്ലാവരും പോകേണ്ട ഒരു അമ്പലമാണ്. അത്ര ഭംഗിയുള്ളൊരു അമ്പലമാണ്, വലിയൊരു അമ്പലമാണ്. അപ്പോൾ തിരുമാന്താംകുന്ന് ഭഗവതി പൊതുവെ ഫേമസ് എന്താണെന്ന് വെച്ചാൽ ഈ വിവാഹം കഴിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി അവിടെ പൂജയൊക്കെ ചെയ്യാറുണ്ട്. മംഗല്യ പൂജ എന്ന് പറയും. അത് ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ, ശനിയാഴ്ച ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും മംഗല്യ പൂജയുടെ ദിവസങ്ങളിൽ. അപ്പോൾ അതിനാണ് പലരും ഇവിടെ പോവാറുള്ളത്. വിശ്വാസമാണ് അത്, ഇത്രയും മംഗല്യപൂജ ചെയ്യുമ്പോഴേക്കും വിവാഹം നടക്കും അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെടും, അങ്ങനത്തെ ഒരു വിശ്വാസത്തിലാണ് പലരും ചെയ്യണത്. അവിടെയും ഇങ്ങനെ ഓരോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കാർമേഘം നന്നായിട്ട് ഇങ്ങനെ ഇരുണ്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇനി മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്ന് തോന്നി. അപ്പം ഞങ്ങൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ തൊഴുതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവിടെയും പോയിട്ട് ഓരോ ഗണപതി അല്ലെങ്കിൽ ശാസ്താവ് അങ്ങനെ കുറേ ഉണ്ട്. എല്ലാവിടെയും പോയിട്ട് നല്ല ഭംഗിയിൽ വൃത്തിയിൽ തൊഴുതിട്ട് ഞങ്ങളിങ്ങനെ അവിടെ എത്തുമ്പോഴാണ് അവിടുന്ന് ഒരാൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചത്. ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുമെന്ന് പോലും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും വിളിച്ച സ്ഥിതിക്ക് നമ്മൾ വിചാരിച്ചു ശരി, നമുക്ക് ദേവിയായിട്ട് അനുഗ്രഹിച്ച് തരണ ഒരു ദേവിയുടെ പ്രസാദമല്ലേ, അപ്പം എന്തായാലും പോയി കഴിക്കാൻ. ഇങ്ങനത്തെ ഒരു എപ്പോഴും ഇങ്ങനെയൊന്നും നമുക്ക് പറ്റും അല്ലെങ്കിൽ പറ്റണം എന്നില്ല അല്ലേ. അപ്പോൾ എന്തായാലും അവിടെ പോയി ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിട്ട് ഇതാണ് ആ ഒരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ അവിടെയാണ് ഭക്ഷണം, നല്ല വലിയൊരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ താഴെ ഇറങ്ങി പോകണം ഭക്ഷണം കഴിക്കാൻ. അപ്പം ഞങ്ങൾ ആ ക്യൂവിൽ നിന്നിട്ട് അപ്പോഴേക്കും നല്ല മഴ തുടങ്ങി, നല്ല ഗംഭീരമായിട്ടുള്ള മഴ. അപ്പോൾ എനിക്ക് തോന്നി അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ അവിടെ നിർത്തിച്ചിട്ടുണ്ടാവുക. കാരണം ദേവി അനുഗ്രഹിച്ചിട്ട് നമ്മൾ ആ ഭക്ഷണം കഴിക്കണമെന്ന് ദേവിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ അതിപ്പോൾ ആ ക്യൂവിൽ നമ്മൾ പോവുകയാണ്. അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു നീറ്റ്നെസ്സാണ്, വൃത്തി. എൻ്റെ ഈശ്വര, എന്തൊരു വൃത്തിയായിരുന്നു അറിയോ ആ ഹാളിലാണെന്നുണ്ടെങ്കിലും. അല്ലെങ്കിൽ അവർ വിളമ്പിത്തരണവരുടെ മുഖത്തുള്ളൊരു പ്രസന്നത, ഭക്ഷണമാണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ഭക്ഷണമായിരുന്നു. ചോറും ഒരു ഒഴിച്ചുകറി ഉണ്ടായിരുന്നു, ഒരു മാങ്ങയുടെ ഒരു അച്ചാറുണ്ടായിരുന്നു, ഒരു ബീറ്റ്റൂട്ട് പച്ചടിയും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചൂടോടുകൂടി അതിൻ്റെ സ്വാദ് ഇപ്പോഴും എനിക്കത് പറയുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഇതെൻ്റെ ആദ്യത്തെ മീലായിരുന്നു. അത്ര സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമായിരുന്നു ഭഗവതിയുടെ ആ ഒരു പ്രസാദം. അത് കഴിച്ച് ഞങ്ങൾ താഴെ വന്നപ്പോഴേക്കും നല്ല മഴ തുടങ്ങി. പിന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെയെങ്കിലും ഒന്ന് കാറ് വരെ എത്തണമല്ലോ. എന്നാൽ കുട കാറിൽ വെക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് നേരം നിന്നപ്പോഴേക്കും കുറച്ചിങ്ങനെ ലേശം ഇങ്ങനെ കുറയാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നിവർത്തിയില്ല, എന്തായാലും ഒന്നുമില്ലെങ്കിൽ ഓടേണ്ടി വരും. അപ്പോൾ എന്തായാലും സാരിയാണല്ലോ, അപ്പോൾ എന്നാൽ ഒന്ന് പുതച്ചിട്ടൊന്ന് ഓടാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ശരി അമ്മായി നമുക്കൊന്ന് മെല്ലെ ഓടാം കാറിൻ്റെ അവിടേക്ക്. പിന്നെ പേടി എന്തായിരുന്നു വെച്ചാൽ ഇനി വീഴുമോയെന്നായിരുന്നു. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ കാറിലിരുന്ന് അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് പാലക്കാട്ടിലേക്ക്. അപ്പോൾ എന്തായാലും കാര്യമായിട്ട് കുറച്ച് പ്രസാദമായിട്ടല്ലേ കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ നിനക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തരാം, അവനെൻ്റെ കൂടെ രാവിലെ തൊട്ടുള്ളതല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ ടൗണിൽ ഏതെങ്കിലും ഒരു നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഒരു നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നല്ല റിവ്യൂ ഒക്കെ കണ്ടത്. എന്നാൽ ശരി അവിടെ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല മഴയാണ് കേട്ടോ, കോരിച്ചൊരിയണ മഴ. പിന്നെ മലപ്പുറം ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് നല്ല ഭാഗ്യമുള്ളവരാണ്, എപ്പോഴും മഴ കിട്ടിക്കൊണ്ടേയിരിക്കും അവർക്ക് നല്ല രീതിയിൽ. അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ ടൗണിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വിരാസത്ത് എന്നായിരുന്നു.
അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഞങ്ങൾ കഴിച്ചില്ല. കാരണം ഈ ഞാൻ മെയിൻലി എന്താ പറയുക, ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചുകൊണ്ട് അങ്ങനെ നമുക്കധികം കഴിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് നമ്മുടെ പ്രായത്തിനനുസരിച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇടയിൽ ഇങ്ങനെ കുറച്ച് സ്പീഡിൽ പോവുകയാണ്. ഞാൻ ഭയങ്കര നാച്ചുറലായിട്ടാണ് എൻ്റെ വോയിസ് ഓവർ ചെയ്യണത്. കാരണം എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, നമ്മളെങ്ങനെ സംസാരിക്കണോ അതിനനുസരിച്ചാണ് ഞാൻ പറയണത്. അപ്പം അതാണ് വിരാസത്ത് റെസ്റ്റോറൻറ്റ്. നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് വരുമ്പോൾ വരിക തീർച്ചയായിട്ടും. അതുപോലെ ഈ യാത്ര ശരിക്കും എൻ്റെ മനസ്സ് വർഷങ്ങൾ പിന്നിലേക്ക് പോയി എന്ന് തന്നെ പറയാം. വീണ്ടും ഞാനായതുപോലെ ആ ഒരു പഴയ കുട്ടി, അത്ഭുതങ്ങൾ വിശ്വസിച്ചിരുന്ന, മഴയെ സ്നേഹിച്ചിരുന്ന ഒരു കുട്ടി. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ. ബൈ.